ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ഇവിടെ വന്നത് എന്തിനാന്നൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. ആ ശരി ശരി ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങളോട് ചെല്ലട്ടെ. ആ ശരി ശാലിമ പോവാം. വിഷ്ണു, അല്ല കളക്ടറെ കാണുമ്പോ പരാതിക്ക് ഒരു ബലം ഉണ്ടാവും. എന്നാ പിന്നെ ആ ബലത്തിനൊരു കുറവ് വരുത്തണ്ട. ആ ആയിക്കോട്ടെ. ഇത് രേഷ്മയല്ലേ? എന്ത്? അല്ല, വിഷ്ണുട്ടൻ എന്താ പറഞ്ഞേ? അല്ല, ഇത് രേഷ്മയാണോന്നൊരു... അതെ, രേഷ്മ. വിഷ്ണുട്ടന് പരിചയമുണ്ടോ? അതെ, ഞാൻ പോരെ. അതെ, രേഷ്മ. വിഷ്ണു, താനെന്താ ഇവിടെ? എന്റെ ദൈവമേ, എത്ര നാളായി കണ്ടിട്ട്. തനിക്ക് ഇത്തിരി ഗ്ലാമർ കൂടിയൊന്നൊരു സംശയം. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കൂടുമ്പോ ഒപ്പം ഗ്ലാമറും കൂടുവോ? അത് പുതിയ അറിവാണല്ലോ. ആ, താനാ പഴയ അടിപിടിയും ചവിട്ടിക്കൂട്ടൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ലല്ലോ. ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരുണ്ട്. അത് ശരി. അപ്പോഴാ പഴയ ശൗര്യവും ചങ്കൂറ്റവും ഒക്കെ തടവറയിലായെന്ന് ചുരുക്കം. അങ്ങനെയൊന്നുമില്ല, കുറച്ചു കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വന്ന അല്പ സ്വല്പൊക്കെ എടുക്കും. അത് പിന്നെ അണ്ണൻ ഡെഡാകാരായാലും മരം കയറ്റം മറക്കില്ലല്ലോ അല്ലേ? എന്റെ ദൈവമേ, ഞാൻ ആലോചിക്കായിരുന്നു, തനിക്ക് ഒരു മാറ്റമില്ല. ആ ചിരിയും കളിയൊക്കെ അതുപോലെ ഉണ്ട്. ആണോ? പിന്നല്ലാതെ. അതാണോ വൈഫ്? അതെ, ആള് ചില്ലറക്കാരിയല്ല, തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ഓ, ശാലിനി വിഷ്ണു, ഞാൻ കേട്ടിട്ടുണ്ട്. ആ, പക്ഷേ അതിലെ ആ വിഷ്ണു താനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ, എന്നാ വാ, പരിചയപ്പെടുത്തി തരാം. ഇനിയിപ്പോ എപ്പോഴെങ്കിലും കളക്ടറിൽ ചെന്നാലേ നേരിട്ട് കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കൊരു വഴിയാവുമല്ലോ. വാ വാ വാ. ശാലിനി, ഇത് രേഷ്മ. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ടുള്ള പരിചയ. പിന്നെ രേഷ്മ പഠിച്ചു, ഞാൻ പഠിത്തം നിർത്തി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ആ പരിചയം വിട്ടു അല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൃത്യമായി ക്ലാസ്സിൽ വരാത്ത ഒരേ ഒരു കുട്ടിയെന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതേ ഈ വിഷ്ണു ആയിരുന്നു. പണിക്കശ്ശേരി പറമ്പിക്കൂടെ ഈ വിഷ്ണുവിനെ തല്ലിക്കൊണ്ടാ വരുന്നത്. നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടാ? ആ ഓർമ്മയൊക്കെ ഇപ്പോഴും എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടല്ലേ നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത്. 5ാം ക്ലാസ്സിൽ വെച്ചേ നീ പഠിത്തം നിർത്തിയത് എന്തിനാണെന്നറിയോ? ആ അജയനെ തല്ലി കുളത്തിലേക്ക് എറിഞ്ഞതിന്. കാരണം എന്താ? അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്. നീ മറന്നാലും അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ അജയനിപ്പോ KSRTCയിലെ ഡ്രൈവറാ. ഒരു പ്രാവശ്യം കണ്ടപ്പോ ഞാൻ നിന്നെ കുറിച്ച് ചോദിച്ചു. നമ്മൾ തമ്മില് വിവാഹം കഴിച്ചില്ലെന്നാ അജയൻ ചോദിച്ചത്. മേഡം, ഞാനിങ്ങനെയെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നു കരുതി തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഈ കാണുന്ന ആളെ അല്ലായിരുന്നു. അന്ന് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കായിരുന്നു. ഓർക്കുന്നുണ്ടോ? നീ എനിക്കിന്ന് ലെറ്ററൊക്കെ തന്നിട്ടുണ്ട്. അക്ഷര തെറ്റുകളും മാത്രമുള്ളൊരു ലെറ്റർ. അത് ശരി. അപ്പൊ കത്ത് പരിപാടി 4ാം ക്ലാസ്സിൽ തുടങ്ങിയതാണല്ലേ? കത്തിന്റെ പരിപാടിയെ ആശാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല.
അല്ല ഇങ്ങനെ നിന്നാ മതിയോ? ഇവിടുത്തെ കാര്യങ്ങൾ തീർത്തിട്ട് ഡോക്ടറെ കാണണ്ടേ? ആ ആ. ആ, രേഷ്മ നമുക്ക് പിന്നൊരിക്കൽ കാണാം. ഇവിടെ കുറച്ച് പരാതി കൊടുക്കാണ്ട്, പിന്നെയും കുറച്ചുണ്ട്. ഫാമിലി ഡോക്ടറിന് കാണണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ ശരി. ആ രേഷ്മ, ആ. അല്ല ഞാൻ ചോദിക്കാൻ വിട്ടു, നീ എന്താ സ്റ്റേഷനിൽ ഇറങ്ങി വരുന്നത്? ആ, അല്ല എന്നെ പോലെ ഇപ്പൊ നീയും കുഴപ്പക്കാരിയായേ? ഞാൻ എസ് ഐ ഒന്ന് കാണാൻ വന്നതാ. പക്ഷേ ആള് കുറച്ച് കഴിയുമ്പോഴേ വരൂ. ഓ, ഞാനിപ്പോ ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീടുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി. ആ പിന്നെ ഇവിടെ വന്നത് എന്തിനാന്നൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. ആ ശരി ശരി ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ അവിടെ ചെല്ലട്ടെ. ആ ശരി, ശാലിമ പോവാം. ആ, ആ വിഷ്ണു, എനിക്ക് നിന്റെ നമ്പർ ഒന്ന് തരുമോ? ആ അതിനെന്താ, നോട്ട് ചെയ്തു. എന്നാ പിന്നെ വരട്ടെ മേഡം. ബാല്യകാല സഖിയൊക്കെ പോയി. കൂടെ പഠിച്ച സഹപാഠിയെ കണ്ട സന്തോഷം അല്ലല്ലോ മുഖത്ത്. മറ്റെന്തൊക്കെയോ ആ മുഖത്ത് മിന്നി മറയുന്നുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന കൂട്ടുകാരിയല്ല. പിന്നെ ആഴത്തിൽ ആഴ്ന്നിറങ്ങിയതായിരുന്നോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് മറുപടി ഒന്നുമില്ല. തന്നോടല്ലാതെ എനിക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രശ്മിയോടായിരുന്നു. ഓ, ചിലപ്പോ കുട്ടിക്കാലത്ത് ഒരു കുറുമ്പായിരിക്കാം. എന്തായാലും ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും. ഇപ്പൊ ഈ സമയത്ത് ആ വിഷ്ണു, ഞാൻ രേഷ്മയാ. രേഷ്മ, രേഷ്മ, ഞാനിപ്പോ നിന്റെ കാര്യം ശാലിനോട് പറയായിരുന്നു. ആ, നീ വെറുതെ പഴയ കഥകളൊക്കെ പറഞ്ഞ് അതിനെ കഷ്ടത്തിലാക്കല്ലേ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ഏയ് അങ്ങനൊന്നുമില്ല. ദേ ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്നും യേശുല്ല. അത് എന്റെ ശാലിനിക്ക് എന്നോടുള്ള വിശ്വാസാ. ആ പിന്നെ നീ എന്തായാലും വിളിച്ചെന്നായി, നിന്റെ നമ്പർ കിട്ടിയല്ലോ. ഉം. എന്നാ ശരി ശരി, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ശരി.